നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്നു മുതൽ പുതിയ GST നിരക്കുകൾ 5, 18, 40% GST നിരക്കുകൾ മാത്രമാക്കിയ കേന്ദ്ര നയം ഇന്ന് നടപ്പിലാകും. മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങിയ മോദി GST സേവിംഗ് ഉത്സവത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ മാറ്റമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികാസത്തെ ത്വരിതപ്പെടുത്തുന്നുവെന്നും മധ്യവർഗം, യുവാക്കൾ, കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും. ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. മാനേജറെ മർദ്ദിച്ച കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് കോടതി സമൻസ്. ഒക്ടോബർ 27 ഹാജരാകാനാണ് സമൻസിൽ പറഞ്ഞിരിക്കുന്നത്. ടൊവിനോ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിൽ പ്രകോപിതനായി ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്നാണ് മുൻ മാനേജർ വിപിൻ കുമാറിന്റെ പരാതി. ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യ ഹർജി ഈ മെയ് 31 എറണാകുളം ജില്ലാ കോടതി തീർപ്പാക്കിയിരുന്നു. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട് വീട് വിട്ടിറങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം പ്രേമ വീട്ടിൽ തിരിച്ചെത്തി. കടമ്പഴിപ്പുറം സ്വദേശിനി പ്രേമയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. ഗുരുവായൂരിൽ നിന്നാണ് വന്നതെന്നാണ് പ്രേമ ബന്ധുക്കളോട് പറഞ്ഞത്. പ്രേമയെ ഈ മാസം 13 അർദ്ധരാത്രിയോടെയാണ് വീട്ടിൽ നിന്നും കാണാതായത്. 15 കോടി രൂപ സമ്മാനം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് സൈബർ തട്ടിപ്പിലൂടെ ഇവരിൽ നിന്നും 11 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പ്രേമ വലിയ മനോവിഷമത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു. വീട് വിട്ടിറങ്ങി നടന്നു പോകുന്ന പ്രേമയുടെ ദൃശ്യങ്ങൾ സമീപത്തെ 3 CCTVകളിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പോലീസ് തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രേമ വീട്ടിൽ തിരിച്ചെത്തിയത്. താനൂർ ഉണ്ണിയാൽ അഴീക്കൽ കടലിൽ നിന്ന് മത്സ്യബന്ധനത്തിനിടെ 2 നാഗവിഗ്രഹങ്ങൾ കണ്ടെത്തി. പുതിയ കടപ്പുറം ചാക്കച്ചന്റെ പുരയ്ക്കൽ റസലിന്റെ വലയിലാണ് വിഗ്രഹങ്ങൾ കുടുങ്ങിയത്. ഏകദേശം 5 കിലോഗ്രാമിലധികം തൂക്കം വരുന്ന പിച്ചളയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് ലഭിച്ചത്. വിഗ്രഹങ്ങൾ ഉടൻ തന്നെ റസൽ താനൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. കണ്ടെത്തിയ വിഗ്രഹങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയതാകാൻ സാധ്യതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യ. BJPയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച്. തിരുവനന്തപുരം കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ പോലീസ് CPM ഗൂഢാലോചന ആരോപിച്ച് BJP ഇന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. അനിൽകുമാർ പ്രസിഡന്റായിരുന്ന ഫാം ടൂർ സൊസൈറ്റിയിലെ നിക്ഷേപകരിൽ ചിലർക്ക് പണം തിരികെ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് തമ്പാനൂർ പോലീസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നാണ് BJP ആരോപണം. അഴിമതി കേസിൽ CPM കൗൺസിലറെ പിടികൂടിയതിന് പിന്നാലെ സാമ്പത്തിക ക്രമക്കേട് BJPയുടെ കൗൺസിലർമാർക്കെതിരെയും ഉയർത്താനുള്ള ശ്രമമായിരുന്നുവെന്നാണ് BJPയുടെ വാദം.